ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഓട്ടോ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രിപ്പ് പോയതാണ്. ഒരു 70 കിലോമീറ്റർ സ്ട്രെച്ചിൽ പോയതാണ്. 70 കിലോമീറ്ററിൽ ദൂരമുള്ള ഒരു ട്രിപ്പിലേക്ക് പോയതാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് E20 പെട്രോളിന് മൈലേജ് കിട്ടുന്നില്ല. അപ്പം ഞാൻ തന്നെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 5 AMG എനിക്ക് സിറ്റിയിൽ മൈലേജ് കിട്ടുന്നില്ല. സിറ്റിയിൽ എനിക്ക് തോന്നുന്നൊരു 9-10, ഇനിയിപ്പോൾ ബമ്പർ ടു ബമ്പർ ഉണ്ടെങ്കിൽ ഒരു 7, മാക്സിമം ഒരു 10 കിട്ടുന്നുള്ളൂ. MID-യിൽ 10 കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ചിലപ്പോൾ 8 ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു 70 കിലോമീറ്റർ. അപ്പം ഞാൻ E20 പെട്രോളാണ് അടിച്ചത് കേട്ടോ. E20 പെട്രോൾ അടിച്ചു. എന്നിട്ട് ഞാൻ മൈലേജ് നോക്കിയപ്പം ക്ലസ്റ്ററിൽ ഇപ്പം ഞാൻ കാണുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്ലസ്റ്ററിൽ 20.2 ഒക്കെ അത് വരെ കാണിച്ചു. സൺഡേ ആണ്, മോർണിംഗ് ഒരു 10 മണിയാണ്. ട്രാഫിക് പൊതുവെ കുറവാണ്. ഞാൻ ഒരു 4th ഗിയറിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഒരു 40-50 കിലോമീറ്ററിലാണ് പോയത്. ഇടയ്ക്ക് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ബ്രേക്കൊക്കെ ചവിട്ടി. അപ്പോൾ എന്നിട്ടും ക്ലസ്റ്ററിൽ E20 കാണിച്ചു. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 17 കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു പഞ്ചിൽ ഇത്തരത്തിലുള്ള ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഞാനത് അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഈ കാര്യം ഒന്ന് പറയാനാണ് കേട്ടോ. മൈലേജ് ഇപ്പോൾ E20 കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. മേ ബി ട്രാഫിക്, റോഡ് കണ്ടീഷൻ, അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈല് ഇതൊക്കെ അനുസരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ ഈ മൈലേജ് കുറയുന്നത് അത് തീർച്ചയായും നമ്മുടെ E20 കുറച്ച് മൈലേജ് കുറയുന്നുണ്ട്. അത് സിറ്റിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോങ് പോയാൽ അത്ര കുറയുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഒന്ന് കമന്റ് ചെയ്തോളൂ താഴെ. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്തു.